തിരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന ജനത്തിനിടയിൽ ഇറങ്ങിയ ഞെട്ടിക്കുന്ന വലിയ ഒരു ഉത്തരത്തിലേക്കാണ് ഞങ്ങൾ ചെന്നുപെട്ടത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ജനക്കൂട്ടത്തിനിടയിൽ നിന്നും ഞങ്ങൾ ഗ്രൗണ്ട് സീറോ ചില അഭിപ്രായങ്ങൾ തിരയുകയായിരുന്നു. ഒരുതരം വെറുപ്പോടെ ജനം കാറിത്തുപ്പി പ്രതികരിച്ചു. സാധാരണക്കാരന്റെ ജീവിതം നശിപ്പിക്കുന്ന ഒരു സർക്കാരിനെ ശപിച്ചുകൊണ്ടായിരുന്നു അവർ കാറിത്തുപ്പിയത്. ഇതാണ് അവർക്കിടയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞ 4 മാസങ്ങളിൽ എന്ന പോലെ ഇത്തവണയും ഞങ്ങളെ കൂടുതലായും പ്രേരിപ്പിച്ചു. ഇതോടെ ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയ ഒരു അഭിപ്രായ സർവേ നടത്തുകയുണ്ടായി. അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പും അതിനുശേഷം 2026 വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പും മുൻനിർത്തിയായിരുന്നു ഞങ്ങൾ ജനത്തെ സമീപിച്ചത്. അതിന് ഞങ്ങൾക്ക് കിട്ടിയ മറുപടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ നിരത്തുന്നത്. പിണറായി വിജയൻ അധികാരത്തിൽ കയറിയത് മുതൽ ന്യൂനപക്ഷങ്ങളെയും വിശ്വാസികളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഇടപെടലുകൾ ഏറെ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തങ്കപ്പാളി വിഷയത്തിലും ഏറെ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിലെ വമ്പന്മാരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇത് അറിഞ്ഞില്ല എന്നതും വകുപ്പിന് ഇതിൽ ഉത്തരവാദിത്തമില്ല എന്ന രീതിയിലുമാണ് കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നീങ്ങുന്നത്. 2019 ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ 20ൽ 19 ലോക്സഭാ സീറ്റുകൾ UDF നേടിയപ്പോൾ 113 അസംബ്ലി മണ്ഡലങ്ങളിലാണ് കോൺഗ്രസും കൂട്ടരും ലീഡ് ചെയ്തിരുന്നത് എന്നതും പ്രാധാന്യമർഹിക്കുന്നതാണ്. അതീവ ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് കേരള ജനത ഇപ്പോൾ കടന്നു പോകുന്നത് എന്നതിനാൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ ഈ സർവേക്കുള്ളത് വലിയ പ്രാധാന്യം തന്നെയാണ്. അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പ് ടീം UDFൻ്റെതാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിൻ്റെ തെളിവുകൾ കൂടി നിങ്ങൾക്ക് മുന്നിൽ നിരത്തുകയാണ്. ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദ നേഷൻ സർവേയിൽ പറയുന്നത് ഇടതു മുന്നണി 25നും 30നും ഇടയ്ക്ക് സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്ന് ആണ്. UDF 100-ലധികം, അതായത് 110-നുള്ളിലടുത്ത സീറ്റുകളെങ്കിലും പിടിച്ചടക്കി അധികാരത്തിൽ വരും എന്നുമാണ്. BJPയുടെ സീറ്റ് വർദ്ധിക്കുമെന്ന് കണക്ക് കൂട്ടുന്നു എങ്കിലും അതിൻ്റെ സാധ്യതയുണ്ടാവില്ല. കാരണം ഫെബ്രുവരിയിൽ നടന്ന ഇതേ സർവേയിൽ BJPക്ക് 24% വോട്ടുകൾ ലഭിക്കുമെന്നായിരുന്നുവെങ്കിലും പുതിയ കണക്ക് പ്രകാരം ഇവർക്ക് 7% കുറഞ്ഞ് 17% മാത്രമേ ലഭിക്കൂ എന്ന് തെളിയുന്നു. ഇത് ഇനിയും കുറയുമെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ചും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി അനുബന്ധിച്ച് നടത്തിയ വോട്ട് മോഷണത്തിന്റെ തെളിവുകൾ വ്യക്തമാക്കിക്കൊണ്ട് 2 പത്രസമ്മേളനങ്ങൾ വിളിച്ചത് രാജ്യത്താകമാനം BJPയുടെ നില പരുങ്ങലിലാക്കിയിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസി ഉൾപ്പെടെ ഒരു ഹൈഡ്രജൻ ബോംബിന്റെ സമാനതയിലുള്ള തെളിവുകൾ പുറത്തുവിടാൻ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കോൺഗ്രസിനും ടീം UDFനും ഏറെ പ്രയോജനം ചെയ്യുമെന്ന കാര്യത്തിൽ മറുവാക്കില്ല. ഞങ്ങൾ കേരളത്തിൽ മൊത്തത്തിലുള്ള ഒരു കണക്കെടുപ്പാണ് നടത്തിയത്. ആ കണക്കുകളാണ് ഗ്രൗണ്ട് സീറോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. കാസർഗോഡ് നിന്നും ഞങ്ങൾ ആരംഭിച്ചു. ഇവിടെ കാസർഗോഡ് 5 നിയമസഭാ മണ്ഡലമാണുള്ളത്. LDF 3 സീറ്റുകളിൽ ഇവിടെ വിജയിച്ചു നിൽക്കുകയാണ്. UDFന് 2 സീറ്റ് മാത്രമാണ് ഇവിടെയുള്ളത്. 2026 അസംബ്ലി തിരഞ്ഞെടുപ്പിൽ UDF ഇവിടെ 4 സീറ്റിലേക്ക് കുതിക്കുമെന്നാണ് ജനം പറയുന്നത്. LDF വെറും 1 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടിയും വരും. കണ്ണൂരിൽ 11 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിൽ 9 സീറ്റുകൾ LDFന്റെ കയ്യിലാണ് ഇപ്പോൾ. 2 സീറ്റുകൾ മാത്രമാണ് UDFനുള്ളത്. എങ്കിൽ 2026 അസംബ്ലി തിരഞ്ഞെടുപ്പിൽ UDF 7 സീറ്റുകൾ കണ്ണൂരിൽ പിടിച്ചടക്കും. LDF വെറും 4 സീറ്റിലേക്ക് താഴുകയും ചെയ്യും. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ തവണ രാഹുൽ ഗാന്ധിയും ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയും ജയിച്ചു കയറിയ ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന വയനാട് അസംബ്ലി മണ്ഡലത്തിൽ ആകെ 3 സീറ്റുകളാണ് ഉള്ളത്. അതിൽ നിലവിൽ 2 സീറ്റുകൾ UDFന്റെ കയ്യിലാണ്. മാനന്തവാടി മണ്ഡലം മാത്രമാണ് LDFന്റെ കയ്യിലുള്ളത്. എന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ LDFന്റെ കയ്യിൽ നിന്ന് മാനന്തവാടി കൂടി UDF പിടിച്ചെടുക്കുകയും വയനാട് മുഴുവനും UDF തൂത്തുവാരുകയും ചെയ്യുന്ന ഫലമാണ് പുറത്തു വരുന്നത്. അടുത്തത് കോഴിക്കോടാണ്. 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 10 സീറ്റുകൾ UDF പിടിച്ചടക്കും ഇവിടെ എന്നാണ് സർവേ ഫലം പറയുന്നത്. LDF വെറും 3 സീറ്റിൽ ഒതുങ്ങുകയും ചെയ്യും. കേരളത്തിൽ ഏറ്റവും വലിയ ജില്ലയായ മലപ്പുറം ജില്ലയിൽ
16 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിലമ്പൂർ UDF പിടിച്ചെടുത്തിരുന്നു. അതുൾപ്പെടെ 15 സീറ്റുകൾ ഇവിടെ UDF നേടുകയും വെറും ഒരു സീറ്റിലേക്ക് LDF ഒതുങ്ങുകയും ചെയ്യും. പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. പാലക്കാട് ജില്ലയിൽ ഇതിൽ ഇപ്പോൾ LDFന്റെ കയ്യിലുള്ളത് 10 സീറ്റുകളാണ്. 2 സീറ്റ് മാത്രമാണ് UDF പിടിച്ചതെങ്കിൽ 2026 വരുമ്പോൾ 8 സീറ്റുകൾ UDF അവിടെ പിടിച്ചെടുക്കുകയും ചെയ്യുമെന്നാണ് സർവേ ഫലത്തിൽ തെളിയുന്നത്. തൃശ്ശൂരിലെത്തിയാൽ 13 അസംബ്ലി മണ്ഡലങ്ങളാണ് ഇവിടെ. മുൻപ് UDF ഏറെ മുന്നിട്ട് നിന്ന ജില്ലയാണ്. പക്ഷെ കഴിഞ്ഞ തവണ 13-ൽ 12 സീറ്റും LDFനായിരുന്നു. UDF ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങി. 2026 വരുമ്പോൾ തൃശ്ശൂരിൽ ഒരു കടന്നുകയറ്റം UDF നടത്തുമെന്നാണ് കാണുന്നത്. 7 സീറ്റുകൾ അവിടെ UDF പിടിക്കുമെന്നതാണ് സാഹചര്യത്തിൽ തെളിയുന്നത്. 5ലേക്ക് LDF ഒതുങ്ങുകയും ചെയ്യും. സുരേഷ് ഗോപിയുടെ ലോകസഭയിലേക്കുള്ള ജയത്തോടെ BJP അവിടെ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുമുണ്ട്. പക്ഷേ UDFന്റെ മുന്നേറ്റം BJPയുടെ തകർച്ചയാണ് ഇവിടെ കാണിക്കുന്നത്. എറണാകുളം ജില്ല 14 സീറ്റുള്ള എറണാകുളത്ത് എല്ലാ കാലത്തും UDFന് മുന്നേറ്റങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ജില്ലയാണ്. കഴിഞ്ഞ തവണ LDF 5ഉം UDFന് 9 സീറ്റുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എങ്കിൽ ഒരു സീറ്റ് ഒഴികെ 13 സീറ്റും UDF എറണാകുളത്ത് പിടിച്ചടക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലേക്ക് വന്നാൽ ആകെ 9 സീറ്റുകളിൽ 8 സീറ്റുകളാണ് LDFനുള്ളത്. ഒറ്റ സീറ്റ് മാത്രമാണ് UDFനുള്ളൂ. 2026 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF 1-ൽ നിന്ന് 6ലേക്ക് ഉയരുകയും LDF 3ലേക്ക് തകർന്നടിയുകയും ചെയ്യും. ഇടുക്കി 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വഴി 4 സീറ്റുകൾ LDF പിടിച്ചിരുന്നു. ഇത്തവണ അത് മാറും. കേരള കോൺഗ്രസ് മാണി അടക്കമുള്ള പാർട്ടികൾ UDFലേക്ക് ചേക്കേറുകയാണ് എങ്കിൽ UDFന്റെ ഒരു കുതിച്ചുചാട്ടമാകും അവിടെ നടക്കുക. അതിന് വഴിവെക്കാൻ കേരള കോൺഗ്രസിന്റെ ഭാഗമായാൽ UDF അവിടെ പിടിക്കുന്ന 2 സീറ്റിന് പുറമെ മാണി ഗ്രൂപ്പ് വഴി 2 സീറ്റുകൾ കൂടി നേടുമ്പോൾ ആകെ 4 സീറ്റുകളിൽ UDF അവിടെ വിജയിച്ച് കയറും. കോട്ടയം ജില്ലയിലേക്ക് വന്നാൽ 9 സീറ്റുകളാണ് കോട്ടയം ജില്ലയിലുള്ളത്. 5 സീറ്റ് LDFും 4 സീറ്റ് UDFുമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഇത്തവണ അത് മാറുകയും LDF 2ലേക്ക് ചുരുങ്ങി UDF 7ലേക്ക് അവിടെ കുതിക്കുകയും ചെയ്യും. പത്തനംതിട്ടയിലേക്ക് വന്നാൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണ് അവിടെ ഉള്ളത്. അതിൽ 5 സീറ്റും LDFനായിരുന്നു കഴിഞ്ഞ തവണ. എന്നാൽ ഇത്തവണ LDF സർക്കാരിന്റെ ഭരണപരാജയവും വീണ ജോർജ് മന്ത്രിയുടെ കെടുകാര്യസ്ഥിതിയും അവിടെ LDFന് പരാജയം സമ്മാനിക്കും. ഇവിടെ 4 സീറ്റ് UDF പിടിക്കുകയും LDF വെറും ഒറ്റ സീറ്റിൽ ഒതുങ്ങുകയും ചെയ്യും. കൊല്ലം ജില്ല അവിടെയും കഴിഞ്ഞ തവണ UDFന് മുൻതൂക്കമുള്ള മൂവ്മെന്റ് ആയിരുന്നില്ല. എക്കാലത്തും LDFന്റെ കൂടെ നിൽക്കുന്നതാണ് കൊല്ലം. എന്നാലും സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുക തന്നെ ചെയ്യുമെന്നാണ് സർവേ ഫലം പറയുന്നത്. 9 സീറ്റ് LDFന് അവിടെ ഉള്ളത്. UDFന് 2 സീറ്റുമാണ്. വരുന്ന തിരഞ്ഞെടുപ്പിൽ 2-ൽ നിന്ന് 6ലേക്ക് UDF ഉയരുകയും LDF 9-ൽ നിന്ന് 5ലേക്ക് ചുരുങ്ങുകയും ചെയ്യും. തിരുവനന്തപുരത്ത് 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 13 സീറ്റ് LDF പിടിച്ചിരുന്നു. UDF അത് 1ലേക്ക് ഒതുങ്ങുകയും ചെയ്തിരുന്നു. ഇത്തവണ പക്ഷെ കാര്യങ്ങൾ മാറി മറിയുമെന്നാണ് തെളിയുന്നത്. 13-ൽ നിന്ന് 7ലേക്ക് LDF താഴുകയും 1-ൽ നിന്ന് 7 സീറ്റ് എന്ന ഉയർച്ചയിലേക്ക് UDF എത്തുകയും ചെയ്യും. ആകെ 140 സീറ്റുകളിൽ UDFന്റെ മുന്നേറ്റം മാന്ത്രികമായിരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. 101 സീറ്റുകൾ ടീം UDF പിടിച്ചെടുക്കുമ്പോൾ വെറും 39 സീറ്റിലേക്ക് LDF തകർന്നടിയുന്ന ദയനീയ കാഴ്ചയാണ് വരാൻ പോകുന്നത്. ശബരിമലയിലെ പ്രശ്നങ്ങളും അഴിമതിയും ധൂർത്തും വിലക്കയറ്റവും സ്വജനപക്ഷപാതവും കൊണ്ട് ഭരണത്തിന്റെ പരാജയത്തിൽ കൂപ്പുകുത്തിയ LDFന് ഒരു കനത്ത തിരിച്ചടിയാവും വരാൻ പോകുന്ന 2026 അസംബ്ലി തിരഞ്ഞെടുപ്പ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.